റീ റിലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ വാച്ചിങ് ഉള്ള പടങ്ങൾക്കേ പറ്റുള്ളൂ. അത് മമ്മൂക്കയ്ക്ക് വളരെ കുറവാണ്. ഇപ്പോൾ വലിയേട്ടൻ എന്താണ് കുഴപ്പം? 2000 ഓണത്തിന് വന്ന് കിടിലനായിട്ട് ഓടിയ പടം. ഞാൻ ശ്രീമാ തിയേറ്ററിൽ 3 പ്രാവശ്യം ഞാൻ കണ്ട പടം. ഇപ്പൊ ലാലേട്ടന്റെ ഒരു ഓഫ് ബീറ്റ് പടമായ ദേവദൂതൻ ഉണ്ടാക്കിയ ഒരു ഓളം പോലും സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ മറ്റേ വടക്കം വീരകഥയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്നു. വടക്കം വീരഗാഥ റിലീസ് ചെയ്തു, ഞാൻ കണ്ടു. പിന്നെ വേറെ പാലേരി മണി, ലാലേട്ടന്റെ പഴയ പടങ്ങളായിരുന്നാലും പുതിയ പടങ്ങളായിരുന്നാലും എപ്പോഴാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ടൈപ്പ് പടങ്ങളാണ്. അത് മമ്മൂട്ടിക്ക് ഇല്ലാത്തതിന് ഈ ഫാൻസുകാർ അങ്ങനെ പറഞ്ഞിട്ട് അതൊന്നും ഒരിക്കലും അതൊന്നും വർക്കാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഈ മമ്മൂട്ടി ഫാൻസുകാർ ഈ സോഷ്യൽ മീഡിയ കിടന്ന് പറയണതേ ഉള്ളൂ. അവര് തിയേറ്ററിലോട്ട് വരുന്നില്ല. ലാലേട്ടന്റെ പടങ്ങൾ ഭയങ്കര റിപ്പീറ്റ് വാച്ചാണ്. അത് ബാക്കിയുള്ള നടന്മാർക്ക് കിട്ടാത്തതും അത് അവരുടെ കുറ്റമൊന്നുമല്ല. കാരണം ലാലേട്ടന്റെ പടത്തിലെ ചിരിയുണ്ട്, ഡാൻസ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്. രാജമാണിക്യത്തിന് ലാലേട്ടന്റെ ഒരു പടത്തിന് കിട്ടിയ ഒരു ഇതൊന്നും ഒരിക്കലും കിട്ടുമെന്ന് തോന്നല്ല. പക്ഷെ അവര് പറയും രാജമാണിക്യം ബിഗ് ബി വന്നു കഴിഞ്ഞാൽ തിയേറ്റർ ക്ലിക്ക് ആവും. പക്ഷെ ഇതിൽ എത്ര പേര് വരും? ബിഗ് ബിയുടെ കേസ് തന്നെ പറയാം. ആ സമയം വിഷുവിന് ഇറങ്ങിയ പടമാണ് ചോട്ടാ മുംബൈ വിനോദയാത്ര കൂടെ. പക്ഷെ അപ്പോഴും മമ്മൂട്ടി ഫാൻസ് സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞ് DVD ഇറങ്ങിയപ്പോൾ അമൽനീരത് ഒരു ഇന്റർവ്യൂവിൽ പണ്ടെങ്ങാണ്ട് അമൽനീരത് പറഞ്ഞിട്ടുണ്ട് ആ പടം തിയേറ്ററിൽ വൻ സക്സസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അപ്പോഴവര് ഒരു വ്യത്യസ്തത, ഇപ്പോഴാണ് മമ്മൂട്ടി ഫാൻസിന്റെ വ്യത്യസ്തതയെ കുറിച്ച് പറയുന്നത്.